നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വിശ്വാസങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ മരപ്പങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ കുടപ്പനക്കുന്ന് ഏരിയയിൽ 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് കുന്നത്ത് മഹാദേവ ക്ഷേത്രം, 2 പേരാപ്പൂർ ക്ഷേത്രം, പിന്നെ മരപ്പങ്കോട് ഭദ്രകാളി ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളുള്ളത്. എന്തായിരുന്നാലും ഇവിടുത്തെ ഉത്സവങ്ങൾ ഏതൊക്കെ മാസമാണ്, ഈ പ്രതിഷ്ഠയുടെ പ്രാധാന്യം എന്തായിരുന്നു, ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന കുറച്ച് കാര്യങ്ങളെന്ന് ഇവിടുത്തെ പോറ്റിയോട് ചോദിക്കണം. ഇവിടുത്തെ പോറ്റി എന്നുള്ളത് ഇവിടുത്തെ മേൽശാന്തിയായ ശ്രീമംഗലം ശ്രീകാന്ത് പോറ്റി നമ്മോട് സംസാരിക്കുന്നതാണ്. നമുക്ക് പോറ്റിയുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ മേൽശാന്തിയായ ശ്രീമംഗലം ശ്രീകാന്ത് പോറ്റി നമ്മോട് സംസാരിക്കുന്നതാണ്. നമുക്ക് പോറ്റിയുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ശ്രീമംഗലം ശ്രീകാന്ത് പോറ്റി, ശ്രീ മരപ്പനകോട് ദേവീക്ഷേത്രത്തിൽ മേൽശാന്തിയായി ഒരു വ്യാഴവട്ടക്കാലം അമ്മയുടെ സേവ ചെയ്യാനായിട്ട് ഉള്ള ഭാഗ്യം ഇതുവരെ ലഭിച്ചു. നമ്മുടെ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പനയനാർക്കാവിൽ നിന്നാണ് ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ട അമ്പലമാണ് നമ്മുടേത്. അമ്പലത്തിന്റെ പഴക്കം, നമ്മുടെ അമ്പലത്തിന് ഏകദേശം ഒരു 700 വർഷത്തെ പഴക്കമാണ് ദേവപ്രശ്ന ക്രിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 700 വർഷത്തെ പഴക്കമാണ് ഈ അമ്പലത്തിനുള്ളത്. ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ അവസരം പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ അമ്പലത്തിന്റെ കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ പറ്റി ചോദിക്കുകയാണ്. നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂലക്ഷേത്രമായ പനയനാർക്കാവിൽ നിന്നാണ് ദേവി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളി സങ്കല്പത്തിലാണ് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. അതും കണ്ണാടി പ്രതിഷ്ഠയിലാണ്, പഞ്ചലോഹ കൂട്ടിലുള്ള കണ്ണാടി പ്രതിഷ്ഠയിലാണ് ദേവി കുടികൊള്ളുന്നത്. ശക്തി സ്വരൂപിണിയും സർവാഭിഷ്ട വരപ്രദായനിയുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹഭാവത്തിലാണ് ദേവി കുടികൊള്ളുന്നത്. ഇവിടുത്തെ ഉത്സവം നടക്കുന്ന ഏതൊക്കെ മാസങ്ങളിലാണ്? ഇവിടെ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ്. കളവെഴുത്തുംപാട്ട് മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഉത്സവ ചടങ്ങായിട്ട് നടത്തി വരുന്നത്. 5 ദിവസത്തെ ഉത്സവക്രിയയാണ് നടക്കുന്നത്. 5 ദിവസം. അതെ. നമ്മളിവിടെ അറിയപ്പെടും പൊങ്കാല മഹോത്സവം. അതെ അല്ലേ? അതെ, പൊങ്കാല നടക്കുകയാണ്. ഒരു കാര്യം ഇവിടെ ചോദിക്കും, പോറ്റി വന്നിട്ട് എത്ര വർഷമായിരുന്നു? ഞാനിവിടെ മേൽശാന്തിയായിട്ട് അമ്മയെ സേവിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷത്തോളം ആവുന്നുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം പോറ്റിയായി. പോറ്റിയുടെ അനുഭവം എങ്ങനെയാണ് ഇവിടുത്തെ അമ്മയുടെ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ വന്ന് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുട്ടികള് അമ്മ എത്രയും വേഗം തന്നെ അത് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ അതൊരു പ്രത്യേകതയാണ്. കുട്ടികളിൽ വിളി കേൾക്കുന്ന അടുത്താട്ടോ അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്നാണ് പോറ്റി പറഞ്ഞത്. കാരണം ഒരുപാട് ഭക്തർ ഒരുപാട് വിഷമത്തോടു കൂടി ഈ നടയിൽ വന്നിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ വിളിപ്പുറത്ത് അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോറ്റി പറയുന്നത്. പോറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതെ, എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായതും അമ്മയെ സേവിച്ചതോടുകൂടി മാത്രമാണ്. അതെ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പോറ്റിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിഷമാവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടില്ല. ദേവി ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് നമുക്ക് അതെല്ലാം മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ദേവി ഒരു അമ്മ ഭാവത്തിലാണ്. ഭദ്രകാളി സങ്കല്പമാണെങ്കിലും കിഴക്ക് ദർശനത്തിൽ അമ്മ ഭാവത്തിൽ ഇരിക്കുക എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ശാന്തസ്വരൂപിണിയാണ്. ഈ പറയും പോലെ കാളിയും മേഘസമപ്രഭാവം ധ്യാനമാണെങ്കിൽ കൂടി ഒരു ശാന്താവസ്ഥയിലുള്ള ഒരു ദേവിയാണ്. കാരണം നമ്മൾ പറഞ്ഞതില് ഭദ്രകാളി ആണ് എന്ന് പറഞ്ഞ അമ്മ ആണെങ്കിലും ഒരു ശാന്തമായിട്ടുള്ളതാണ്. നമ്മുടെ ശരിക്കും മാറ്റുകാലിലൊക്കെ പോകുമ്പോൾ അവിടെ അമ്മ ശാന്തമായിട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് വലിയ പുരാണങ്ങളൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പോറ്റി പറഞ്ഞു വെച്ചാൽ അമ്മ നമ്മുടെ കാളി രൂപമാണെങ്കിലും ശാന്ത സ്വരൂപിണിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതെ, ഇവിടെ കിഴക്ക് ദർശനത്തിലാണ് ഭഗവതിയുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ദർശനത്തിലാണ്. കിഴക്ക് ദർശനം. ഇനി ഉത്സവത്തിന് എത്ര മാസമുണ്ട്? ഇനിയിപ്പോ നമുക്ക് ഫെബ്രുവരി 15-ാം തീയതി 1.5 മാസം കൂടിയേ ഉള്ളൂ ഉത്സവം തുടങ്ങാൻ. ഫെബ്രുവരി 15-ാം തീയതി 1.5 മാസമേ ഉള്ളൂ കേട്ടോ. അമ്പലമുക്കിൽ നിന്നും NCC റോഡിലോട്ട് വരുന്ന വഴിക്കാണ് ഈ ശ്രീ കുശവയ്ക്കൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അമ്പലമുക്ക് അല്ലെങ്കിൽ കുടപ്പനക്കുന്നിലോട്ട് പോകുന്ന സ്ഥലത്ത് NCC റോഡിലോട്ട്
NCC റോഡ് കയറി വരുമ്പോൾ ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. ഒരു സംശയം, ഈ വർഷത്തെ ഉത്സവത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ വർഷത്തെ ഉത്സവത്തിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 വർഷത്തിലൊരിക്കലായിരുന്നു ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ദേവപ്രശ്നാഹിതം അനുസരിച്ച് ദേവിക്ക് പറയെടുപ്പിനോട് താല്പര്യം ഉണ്ടെന്നും ഭക്തജനങ്ങളെ എല്ലാ വർഷവും ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നും തെളിയുകയും അതനുസരിച്ച് ഞങ്ങളിപ്പോൾ ഈ വർഷം മുതൽ എല്ലാ വർഷവും ദേവി ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ കമ്മിറ്റി ഉണ്ടായത്. പ്രത്യേകതയും കൂടെ ഈ വർഷം മുതൽ ഉത്സവത്തിലുണ്ട്. നമ്മുടെ തന്ത്രിയുടെ അനുഭവത്തോടുകൂടിയാണ് ചെയ്യുന്നത്. തന്ത്രിയുടെ അനുഭവത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഈ വർഷം തൊട്ട് ആന എഴുന്നള്ളിപ്പും കൂടെ ഇവിടെ ഉത്സവത്തിന് പ്രധാന ചടങ്ങായിട്ടുണ്ടാകും. ഈ അമ്പലത്തിലെ ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കളമെഴുത്തും പാട്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ എല്ലാ വർഷവും ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായിട്ട് നടത്തി വരുന്നത് കളവെഴുത്തും പാട്ടും ആണ്. കളവെഴുത്തും പാട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന 5 തരത്തിലുള്ള പൊടികൾ ഉപയോഗിച്ചിട്ട് ദേവിയുടെ ഉഗ്രഭാവത്തിലുള്ള 16 കൈകളോട് കൂടിയ രൂപം വരയ്ക്കുകയാണ് ചെയ്യുക. അതിന്റെ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചപൂജയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുക. ഉച്ചയ്ക്ക് കളത്തില് ഉച്ചപ്പാട്ടുണ്ടാവും. ഉച്ചപ്പാട്ട് സമയത്ത് ദേവിയുടെ ഉടവാളും ശൂലവും കളത്തിലേക്ക് എഴുന്നള്ളിച്ചിരുത്തി ഗുരുതിയോടുകൂടി പൂർണ്ണമായിട്ടും പൂജ കഴിച്ച് തിരിച്ച് ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അതിനുശേഷം കളവെട്ട് തുടങ്ങും. രാത്രി 12 മണിയോടുകൂടി കളത്തിൽ പാട്ട് ആരംഭിക്കും. പുലർച്ചെ ഒരു 4 മണിക്ക് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കളം അഴിക്കുക എന്നുള്ള ഒരു ചടങ്ങോടുകൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ സമാപനം. ദേവിയുടെ തന്ത്രാവകാശം ആരാണ്? ദേവിയുടെ താന്ത്രികാവകാശിയായിരിക്കുന്നത് അക്കിത്തമംഗലം ശ്രീ ചന്ദ്രമോഹൻ അവറുകളാണ്. അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നമുക്ക് ഉത്സവ കലശത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുക. എല്ലാ മാസങ്ങളിലും അല്ലേ? അതെ, എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ പൊങ്കാലയിടുന്ന അമ്മമാരാണ് പുറത്തിരിക്കുന്നത്. അപ്പൊ അമ്മമാരുടെ അനുഭവങ്ങളൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം, പേരെന്താണ്? മിനിയാണ്. എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുമോ ഇവിടെ? എല്ലാ വർഷവും എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും പൊങ്കാലയ്ക്ക് വരും. അപ്പൊ നമ്മുടെ അമ്മയായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പറയാം? ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ പരദേവതയാണ്. പരദേവതയാണ്. അപ്പം നമ്മുടെ അമ്മയായിട്ട് കണ്ട്, നമ്മുടെ അമ്മ സ്വന്തം അമ്മ തന്നെയാണ്. അമ്മയുടെ കണ്ട് എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവം എന്ന് പറയാനായിട്ട് നമുക്ക് എന്താ പറയാ, പക്ഷെ വന്ന് പറഞ്ഞു നമുക്ക് ഞാൻ ചോദിക്കും, ഇവിടെ വന്ന് പല വിഷമങ്ങളായിട്ടും പലരും വരുന്നുണ്ടല്ലോ. അമ്മയുടെ നടയിൽ വരുമ്പോ ഒരുപാട് അനുഭവം അങ്ങനെ നമുക്ക് ഒരുപാട് പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ പറയില്ലേ, നമ്മൾ സ്വന്തം അമ്മയുടെ അടുത്തായിരുന്നാലും നമ്മളൊരു ചോദിക്കാം. എന്തും ദുഃഖം പറയാലോ നമുക്ക് പെറ്റമ്മയാവുമ്പോഴത്തേന്. അതേപോലെയാണ് ഈ അമ്മ. ഈ അമ്മയുടെ എന്ത് പറയാ പോലെ ശരിക്കും അതിലും മുകളിലായിരിക്കാം അല്ലേ? എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് പറയുമ്പോൾ ഈ അമ്മയുടെ ഒന്ന് പറയാം, നടത്തി തന്നിട്ടുണ്ട്. ഇന്ന് എല്ലാ മാസം കിട്ടും. ഇത് മാസാവസാനത്തുള്ള പൊങ്കാലയാണ്. ഈ ദേവിയുടെ അമ്മയായിട്ടുള്ള അനുഭവം, അമ്മയായിട്ടുള്ള എന്റെ ഭരദേവതയാണ്. വർഷങ്ങളോളം എനിക്ക് അനുഭവം ഉള്ളതാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഇരുന്ന് 2ാമത്തെ നിലയിൽ നിന്ന് വീഴുന്ന് ഒരു പോറല് പോലും ഏക്കാതെ എന്റെ അമ്മ കാത്തു. ആരാണ് വീണത്? എന്റെ ഹസ്ബൻഡ്. എന്റെ പേര് അനിത. ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. എനിക്ക് ചോറ് തന്നത് ഈ അമ്പലത്തിലാണ്. ചോറ് ആദ്യമായിട്ട് ഞാൻ ചോറുണ്ടത് ആദ്യമായിട്ട് അന്നത്തെ ഈ അമ്പലത്തിലാണ്. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്നെ എല്ലാം കൊണ്ടും എനിക്ക് എന്റെ മോനും എല്ലാവർക്കും ജോലിയും എല്ലാ അനുഗ്രഹങ്ങളും അമ്മ തന്നെ തന്ന വീട്. നമസ്കാരം. രണ്ടുപേരും കമ്മിറ്റി മെമ്പേഴ്സാണ്? അതെ അതെ. ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ജയചന്ദ്രൻ. ജയചന്ദ്രൻ. എന്റെ പേര് ബാലു. ബാലു. ഇവിടുത്തെ ഈ വർഷത്തെ ഉത്സവത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പോയിട്ട് പറഞ്ഞു. അതെ അതെ, ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ 3 വർഷം കൂടുമ്പോഴാണ് ദേവിയെ പുറത്ത് എഴുന്നള്ളിക്കുന്നത്. ഈ പ്രാവശ്യം മുതൽ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വർഷവും ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ. അതാണ് നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഇപ്പോഴത്തെ വർഷത്തെ ഉത്സവം. 16, 17, 18